ഗസയിൽ ആക്രമണം പുനരാരംഭിക്കുമ്പോൾ ഇസ്രായേൽ ഭരണകൂടം അഭിമുഖീകരിച്ച പ്രധാന വെല്ലുവിളി ഹമാസിന്റെ ചെറുത്തുനിൽപ്പായിരുന്നില്ല. മാർച്ച് 18-ന് ആരംഭിച്ച രണ്ടാം ഘട്ട ആക്രമണത്തിൽ പങ്കെടുക്കാനുള്ള റിസർവ് സൈനികരുടെ വിയോജിപ്പായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും തലവേദനയായിരിക്കുന്നത്. കഴിഞ്ഞ 16 മാസം ഗസയിൽ യുദ്ധമുഖത്ത് സജീവമായി പങ്കെടുത്തവരായിരുന്നു അവരെല്ലാം. എന്നാൽ ഇനിയും ഒരു യുദ്ധത്തിനും ആക്രമണത്തിനും തങ്ങളെ കിട്ടില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആയിരക്കണക്കിന് സൈനികർ. റിസർവ് വിഭാഗത്തിന്റെ പകുതി പേരും ഇനിയും സൈന്യത്തോടൊപ്പം ചേർന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിസർവ് സൈനികർക്ക് പിന്നാലെ സൈന്യത്തിന്റെ ഭാഗമായ 100 കണക്കിന് റിസർവ് ഡോക്ടർമാരും ഗസയിൽ ഇനിയും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ട്. ലഫ്റ്റനന്റ് കേണൽ പദവി മുതലുള്ള ഉദ്യോഗസ്ഥർ അക്കൂട്ടത്തിലുണ്ട്. ഡോക്ടർമാർ, പാരാമെഡിക്കുകൾ, കോമ്പാക്ട് മെഡിക്കുകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഗസ ആക്രമണത്തിൽ സൈന്യത്തിന് സേവനം ചെയ്യാൻ ഒരുക്കമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ഹർജിയിലൂടെ ഇസ്രായേൽ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയായ കാൻ ആണ് വാർത്ത പുറത്തുവിട്ടത്. ഗസ പിടിച്ചടക്കി അവിടെ ജൂത സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കണമെന്ന് ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കളും സൈനിക വൃത്തങ്ങളും നിരന്തരം ആവശ്യമുയർത്തുന്നതിനാലാണ് ഇത്തരമൊരു ഹർജിയെന്നാണ് അവർ വിശദീകരിച്ചത്. ഫലസ്തീനികളെ പുറത്താക്കി ഗസ പിടിച്ചടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകും. മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും സംഘർഷത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കാൻ തങ്ങളില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ പുരോഗതി ഇല്ലാത്തതിനാൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ. ആ കാരണം കൊണ്ടാണ് ഗസയിൽ ഇപ്പോഴും കഴിയുന്ന ബന്ദികളുടെ മോചനം വൈകുന്നത്. മധ്യസ്ഥ ചർച്ചകളോടുള്ള ഇസ്രായേൽ നേതൃത്വത്തിന്റെ സമീപനം നിരാശപ്പെടുത്തുന്നതാണ്. സൈനിക നടപടി തുടരുന്നത് അവരുടെ യാതനയും വേദനയും കടുപ്പിക്കുന്നുവെന്നല്ലാതെ ഒരു അന്തിമ പരിഹാരത്തിലേക്കും നയിക്കില്ല. എല്ലാ പരിധിയും ലംഘിച്ചാണ് യുദ്ധം തുടരുന്നത്. ഇരുപക്ഷത്തുമുള്ള സാധാരണക്കാരാണ് ഇതിന്റെ ദുരിതം പേർന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റിസർവ് സൈനികർക്ക് പുറമെ ഡോക്ടർമാരും ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ IDF-നും ഗസ ആക്രമണം ആയുധമാക്കുന്ന നെതന്യാഹുവിനും അത് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. 16 മാസത്തോളം ഇടതടവില്ലാതെ ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കെടുത്തവരാണ് റിസർവ് സൈനികരിൽ വലിയൊരു ഭാഗവും. ആക്രമണത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നവരാണവർ. ഒരു യുദ്ധത്തിന്റെ ക്ഷീണം തന്നെ തീർന്നിട്ടില്ല എന്നാണ് അവർ ഭരണകൂടത്തോട് വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയ്ക്കായും രാഷ്ട്രീയ നേട്ടത്തിനായും ഒരു കാരണവുമില്ലാതെ ഗസയെ ആക്രമിക്കുന്ന നെതന്യാഹുവിന്റെ നയത്തിലുള്ള എതിർപ്പറിയിച്ചവരും നിരവധിയാണ്. ഷിൻബത്ത് മേധാവി റോണൻ ബാർനെയും അറ്റോർണി ജനറൽ ഗാലി ബഹ്റാവിനെയും പുറത്താക്കാൻ നീക്കം നടത്തുന്ന നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളും നിരവധി പേരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചാൽ തങ്ങൾ വരില്ലെന്ന് വ്യക്തമാക്കിയ ആയിരക്കണക്കിന് റിസർവ് സൈനികർക്ക് പുറമെ റിസർവ് വിഭാഗത്തിൽ പുതുതായി ചേരേണ്ടവരും കൂട്ടബഹിഷ്കരണം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പുറത്തു വന്നതിലും അപ്പുറത്താണ് IDF-ലെ പ്രതിസന്ധി എന്നാണ് ഇസ്രായേൽ മാധ്യമമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പട്ടാപ്പകൽ സ്വന്തം പൗരന്മാരെ മനഃപൂർവ്വം അവഗണിച്ചിരിക്കുകയാണ് രാജ്യമെന്നാണ് കഴിഞ്ഞ 16 വർഷമായി ഇസ്രായേൽ എയർഫോഴ്സിൽ പ്രവർത്തിച്ച അലോൺ ഗുർ പ്രതികരിച്ചത്. എല്ലാ സീമയും ലംഘിച്ചിരിക്കുകയാണ് ഭരണകൂടം. മനുഷ്യജീവന് ഒരു വില പോലും നൽകാതെ കടുത്ത രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്കാണ് ഭരണകൂടം കടന്നിരിക്കുന്നത്. സ്വന്തം കാവൽക്കാരെ തന്നെയാണ് സർക്കാർ കൊലയ്ക്ക് കൊടുക്കുന്നതെന്നും ഗുർ ചൂണ്ടിക്കാട്ടുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു അലോൺ ഗുർ പ്രതിഷേധം അറിയിച്ചത്. പോസ്റ്റ് വലിയ ചർച്ചയായതിനു പിന്നാലെ ഗുറിനെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി പ്രതികാര നടപടി സ്വീകരിക്കുകയായിരുന്നു IDF ചെയ്തത്. ഗസ യുദ്ധത്തിന്റെ ആരംഭത്തിൽ 3,60,000 റിസർവ് സൈനികരെയാണ് IDF യുദ്ധത്തിൽ പങ്കെടുക്കാനായി വിളിച്ചിരുന്നത്. ഇതിൽ 10,000 ഒക്ടോബർ 7 മുതൽ ഗസയിലും ലെബനാനിലും യുദ്ധമുന്നണിയിലുണ്ടായിരുന്നു. എന്നാൽ ഗസയിൽ വീണ്ടും ആക്രമണം കടുപ്പിക്കുമ്പോൾ റിസർവ് സൈന്യത്തിന്റെ സേവനം ഭാഗികമായി മാത്രം ചുരുങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.